നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, ഈ 666 എന്ന മൃഗത്തിന്റെ മുദ്ര, ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തരണമെന്ന്. വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ചോദ്യമായതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു വീഡിയോയും പൂർണ്ണമായിട്ട് എല്ലാം വിശദീകരിക്കാൻ പറ്റുന്ന തരത്തിലല്ല. കാരണം ഏതൊരു വിഷയത്തിനും വളരെ ആഴമായ പല സത്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല എന്ന പരിമിതി കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ അത്യാവശ്യമുള്ളത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഈ 666 എന്ന സംഖ്യ കഴിഞ്ഞ ഒരു 150 വർഷങ്ങളായിട്ട് വളരെ പ്രചാരത്തിൽ, വളരെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നമ്പറാണ്. ആധുനിക വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ഈ സംഖ്യയെ ഭാവിയിലുള്ള ഏതോ സാങ്കേതിക വിദ്യയായിട്ടും, മൈക്രോ ചിപ്പുകൾ, ലോക ഗവൺമെന്റ്, അത് ഏകലോക ഗവൺമെന്റ്, പിന്നെ ബാർകോഡുകൾ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു എതിർക്രിസ്തു എന്നൊരു വ്യക്തി വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ നമ്പരുമായിട്ടൊക്കെ ബന്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ദൈവികമായ കവനന്റിന്റെ ഒരു വ്യാഖ്യാനത്തിൽ ആദ്യം ഈ സംഖ്യ അതിന്റെ 1-ാം നൂറ്റാണ്ടിലെ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ഇത് ആർക്ക് എഴുതി എന്നുള്ളത് പ്രധാന വിഷയം. അപ്പൊ ഇന്നത്തെ ആധുനിക ലോകത്തെ, ആധുനിക ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്ക് എഴുതിയ ഒരു പുസ്തകമല്ല ഇത്, വെളിപ്പാട് പുസ്തകം. ആർക്ക് എഴുതി? 7 സഭകൾ. അത് 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥത്തിൽ ഈ ന്യായവിധി വരാൻ പോകുന്ന, അല്ലെങ്കിൽ കവനന്റ് ട്രാൻസിഷൻ ടൈമിൽ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന 7 സഭകൾ, യഥാർത്ഥ സഭകൾക്ക്, സ്പിരിച്വൽ സഭകൾ, യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ സഭകൾക്ക് ആണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. അവിടെയുള്ള സംഭവങ്ങളെല്ലാം ഉടനെ സംഭവിക്കുമെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും യോഹന്നാൻ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. അതിനാൽ ഈ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്നതൊക്കെ വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പം ഈ മൃഗത്തിന്റെ ഐഡന്റിറ്റിയും 666 അർത്ഥവും ആ തലമുറയുടെ ചരിത്രപരവും ഉടമ്പടിപരവുമായ സാഹചര്യങ്ങളിൽ വേരൂന്നിയതായിരിക്കണം എന്നൊന്നുകൂടെ പറയാം. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്, സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ അത് വായിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ഈ 666 മൃഗത്തിന്റെ സംഖ്യ എന്നൊക്കെ മനസ്സിലായിരിക്കണം. ഒരിക്കലും അവര് ബാർകോഡ് വരുന്നെന്നോ, ചിപ്പ് വരുന്നെന്നോ, മൈക്രോ ചിപ്പ് വരുന്നെന്നോ, ബയോമെട്രിക് എന്തോ ചിപ്പ്, ഇങ്ങനെയൊന്നും അല്ല അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് എഴുതിയ യോഹന്നാന് പോലും അത് അറിയത്തില്ല. അത് കൊടുത്ത പരിശുദ്ധാത്മ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ വെളിപ്പാട് 13ന്റെ സന്ദർഭം എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ആദ്യം ഇതിൽ 2 മൃഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഈ 2 മൃഗങ്ങളെ ഒന്ന് പരിചയപ്പെടണം. 1-ാമത്തെ മൃഗം കടലിൽ നിന്ന് വരുന്ന മൃഗം. നമ്മൾ ഈ കടൽ എന്താണെന്ന് മനസ്സിലാക്കുക, ഉൽപ്പത്തി പഠിച്ചാൽ മതി. കടൽ, കര വേർതിരിച്ചു. ഇത് ഉടമ്പടിയുടെ സെപ്പറേഷൻ. കടൽ എന്ന് പറഞ്ഞാൽ ബൈബിളില് അതിന്റെ പ്രതീകമനുസരിച്ച് കടൽ പലപ്പോഴും നേഷൻസിനെയും വിജാതീയ രാഷ്ട്രീയമായ ശക്തികളെയോ പ്രതിനിധീകരിക്കും. അതുകൊണ്ടാണ് മിസ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ലിവിയാദാന്റെ തല. മിസ്രൈം അപ്പോൾ അവര് സമുദ്രമാണ്. സമുദ്രം എപ്പോഴും നേഷൻസിനെ കാണിക്കുന്നു. കര എന്ന് പറയുന്നത് എപ്പോഴും ഉടമ്പടിയുടെ ജനതയെ കാണിക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മനസ്സിലാക്കണമെന്ന് എപ്പോഴും പറയും. അപ്പൊ ഈ മൃഗം മഹാസർപ്പത്തിൽ നിന്ന് അധികാരം നേടുകയും വിശുദ്ധന്മാരെ പീഡിപ്പിക്കുകയും സാമ്രാജ്യത്വ ആധിപത്യം പ്രയോഗിക്കുകയും ചെയ്തു. ഈ കടലിൽ നിന്ന് വന്ന മൃഗം ഇത് മറ്റാരുമല്ല, ഇത് റോമ സാമ്രാജ്യമാണ്. ഇത് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് മഹാസർപ്പവും പിശാചും പഴയ പാമ്പെന്നൊക്കെ പറയുന്ന യഹൂദ മത പൗരോഹിത്യ വർഗം, ഇവരുടെ കയ്യിൽ നിന്ന് അധികാരം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനുള്ള പെർമിഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഇവരുമായിട്ട് ചേർന്ന് നിന്ന് സഭയെ പീഡിപ്പിക്കാനായിട്ട് ആരംഭിച്ചു, ഉപദ്രവിക്കാനായിട്ട് ആരംഭിച്ചു എന്ന് മറക്കണം. അപ്പം കടലിൽ നിന്ന് വന്ന മൃഗം ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന സൈന്യമാണ്, മൃഗമാണ്. 2-ാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ഭൂമി എന്ന പദം പലപ്പോഴും വിവർത്തനം ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ പ്ലാനറ്റ് എർത്ത് എന്നുള്ള അർത്ഥം, സർവ്വഭൂമിയും അവനെ കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഉപദേശിയവർ പ്രസംഗിക്കും. എല്ലാവരും കാണും, ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവനും ആഫ്രിക്കയിൽ ഇരിക്കുന്നവനും പിന്നെ ആമസോണിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സാറ്റലൈറ്റ് മുഖാന്തരം ഒരു ഡിസ്പ്ലേ ഒക്കെ നടത്തുന്ന എനിക്ക് തോന്നുന്നു. സർവ്വഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ലാൻഡ് എന്ന അർത്ഥം. ലാൻഡ് എപ്പോഴും 19 പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ലാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ലാൻഡ് ഒരിക്കലും പ്ലാനറ്റ് എർത്ത് അല്ല പ്രിയപ്പെട്ടത്, ഇസ്രായേലിന്റെ ലാൻഡ്.
സീ ആൻഡ് ലാൻഡ് എന്ന് പറയുന്നത് പീപ്പിൾ വിതൗട്ട് കവനന്റ്, ദാറ്റ് ഈസ് സീ. പീപ്പിൾ അണ്ടർ ദ കവനന്റ് ഈസ് ദ ലാൻഡ്. നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അപ്പം ഇവിടെ ഇസ്രായേൽ ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ടാമത്തെ മൃഗം മതവുമായി ബന്ധപ്പെട്ട ഒരു വഞ്ചനയിൽ പ്രവർത്തിക്കുന്ന, ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു മൃഗമാണ്. ഈ ആരാധനയെ ആദ്യ മൃഗത്തിലേക്ക് നയിക്കുകയാണ്. അപ്പൊ ഈ മൃഗം എന്ത് ചെയ്യുന്നുണ്ട്? വർഷിപ്പിനെ എങ്ങോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്? ലീഡ്സ് ടു ദ ഫസ്റ്റ് ബീസ്റ്റ്, ദ ബീസ്റ്റ് ഫ്രം ദ സീ. ഓക്കെ. അപ്പൊ രണ്ട് മൃഗങ്ങളെ ഒരുമിച്ച് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും എതിരായി ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയവും മതപരവുമായ പീഡനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ കൊണ്ടുവരാം. ഈ 666 എന്ന സംഖ്യ മൃഗവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കും. മൃഗത്തിന്റെ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ ബീസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇത് ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ, ബുദ്ധിയില്ലാത്തവർ എന്തെങ്കിലും മൈക്രോചിപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ബുദ്ധിയില്ലാത്തവൻ അത് ആധാർ കാർഡാണെന്നും ബാർകോഡാണെന്നും പിന്നെ ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്ന WWW ആണെന്നും പിന്നെ നമ്മുടെയൊക്കെ പിള്ളേരുടെ എല്ലാം പുറത്ത് കിടന്ന വാവ് 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 എന്ന് പറഞ്ഞ അക്ഷരമുണ്ട് ഹീബ്രുവിൽ, അതാണെന്നൊക്കെ ചിന്തിച്ച് ബുദ്ധിയില്ലാത്തവൻ അത് ചിന്തിക്കട്ടെ, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗ്രഹിക്കട്ടെ. ഓക്കെ. ഇതാ ഇവിടെ പറയുന്ന വെളിപ്പാട് ദിവസം 13 പറഞ്ഞ് വിവേകമുള്ളവൻ മൃഗത്തിന്റെ എണ്ണട്ടെ അല്ലെങ്കിൽ ഗ്രഹിക്കട്ടെ, കാരണം അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. പിടികിട്ടുന്നുണ്ടോ? അത് മൈക്രോചിപ്പിന്റെ സംഖ്യ എന്നല്ല, മനുഷ്യന്റെ സംഖ്യയാണ്. അതിന്റെ സംഖ്യ 666. അല്ലെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്കില് സെഫി സോയിൽ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഇത് സംഖ്യ കണക്കുകൂട്ടലിലും ജോമെട്രിക്ക് ഉപയോഗിക്കുന്ന പദമാണ്. അതായത് അക്ഷരങ്ങൾക്ക് മൂല്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാധാരണ യഹൂദ, ഗ്രീക്ക്, റോമൻ ആചാരമായിരുന്നു. അപ്പം ഈ അവരുടെ ജോമെട്രി എന്ന് പറയുന്നത് പേരുകൾ സംഖ്യാപരമായി പ്രതിനിധീകരിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ തന്റെ യഥാർത്ഥ ശ്രോതാക്കൾക്ക് സംഖ്യ കണക്കാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. അതായത് ഇപ്പൊ ഞാൻ പറയും ജോൺ ലോറൻസ് എന്ന പേരിന്റെ സംഖ്യ ഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടും. കാരണം എ എന്ന ജെ എന്ന വാക്കിന് എന്താ അർത്ഥം? ഇപ്പൊ 26 അക്ഷരത്തിനകത്ത് ജെ എത്രാമത്തെ ഭാഗത്താണെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ABCD എന്ന് പറയുന്ന ഈ അക്ഷരത്തിനകത്ത് സംഖ്യാമൂല്യം ഇല്ല. കാരണം നമുക്ക് ABCD എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് 1 2 3 4 5 എന്ന് എഴുതാൻ പറ്റും. സംഖ്യയുണ്ട്. ഗണിതശാസ്ത്രത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഓരോന്നിനും ഓരോ സംഖ്യയുണ്ട്. അപ്പം നമ്മുടെ പേരുകൾക്ക് എന്തില്ല? സംഖ്യാമൂല്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പരിഹരിക്കാവുന്ന ഒരു രഹസ്യമല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിലെ യഹൂദ, ഗ്രീക്ക്, റോമൻ ആ ഭാഷകളിൽ കൃത്യമായ നിലയിൽ ഇത് അവർക്ക് മനസ്സിലായിരുന്നു. അതവർക്ക് തിരിച്ചറിയാവുന്ന ഒരു കോഡായിട്ട് വെളിപ്പെട്ടു. ഇനി മനസ്സിലാക്കേണ്ടത് ഈ നീറോ സീസറും എന്ന് പറയുന്ന ചക്രവർത്തിയും എബ്രായ ജോമെട്രിയും തമ്മിലുള്ള റിയാലിറ്റി എന്തെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആ പേരിന്റെ സംഖ്യ എന്താണ് എന്ന് നമ്മളൊന്ന് ഗ്രഹിക്കാൻ പോകും. അപ്പൊ നീറോ സീസർ എന്ന വാക്കിന്റെ നീറോ കൈസർ, ഹീബ്രുവിൽ നീറോ കൈസർ എന്നതിന് കൊടുത്തിരിക്കുന്ന, അതായത് ഈ വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിലെ മൃഗം എന്ന് പറഞ്ഞാൽ നീറോ കൈസറ. മൃഗം ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന രാജാവാണ്. കരയിൽ നിന്ന് വന്ന രാജാവിനെ കുറിച്ച് ഞാൻ വേറൊരു അവസരം പറയാം. അത് ആക്ച്വലി യഹൂദ മതത്തിൽ നിന്ന് ഉയർന്നു വന്ന സീലർസ് മൂവ്മെന്റ്സ് ആണ്. ഹസ്മോനിയൻ രാജവംശത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന മക്കാബിയ സഹോദരന്മാരിൽ അവിടെ ആരംഭിച്ച ആ ഡൈനാസ്ട്രിയാണ്, ഹസ്മോനിയൻ ഡൈനാസ്ട്രിയാണ്. അതാണ് സീലർസ് മൂവ്മെന്റ്സ്. ആ സീലർസ് മൂവ്മെന്റ്സ് ആണ് ആ കാലഘട്ടത്തിൽ റോമുമായി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് വന്ന കരയിലെ മൃഗം. അത് നമുക്ക് പിന്നെ ഒരു ദിവസം കൂടുതൽ വിശദീകരിക്കാം. ഞാൻ വെളിപ്പാട് ദിവസം പഠനത്തിൽ വരും. ഓക്കെ. അപ്പൊ നീറോ കൈസർ എന്ന വാക്ക് ഹീബ്രു ലെറ്ററിൽ നമ്മൾ വായിച്ച അതിന്റെ വാല്യൂ എടുത്ത് ഇങ്ങനെയാണ്. ആദ്യത്തത് ന്യൂൻ. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുക, ന്യൂൻ. നിങ്ങൾ ഒരു പക്ഷേ പേപ്പറോ പേനയൊക്കെ ഉണ്ടെന്ന് എഴുതി വെക്കും. ന്യൂൻ എന്ന് പറഞ്ഞ ഹീബ്രു വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ 50 ആണ്. റഷ് എന്ന് പറയും അതായത് നീറോൺ കൈസർ എന്നുള്ള ഹീബ്രുവിൽ റഷ് എന്ന് പറയുന്നത് 200 ആണ്. വാവ് എന്ന് പറയുന്നത്, അതായത് നീറോൺ എന്ന വാക്ക്, അതായത് നീറോൺ എന്ന് പറയുന്ന ആ പദ ഹീബ്രുവില് നൂൻ റേഷ് വാവ് നൂൻ എന്നാണ് നീറോൺ. അതായത് നൂൻ റേഷ് വാവ് നൂൻ. അപ്പൊ നൂൻ 50, റേഷിന് 200, വാവ് എന്ന് പറഞ്ഞ 6, അവസാനത്തെ നൂൻ 50. ഖൈസർ എന്ന വേർഡ് എന്ന് പറയാം ഖഫ് എന്ന് പറയാം, അത് 1000. സമേക് എന്ന് പറയുന്നത് 60,
റേഷ് എന്ന് പറയുന്നത് 200. കണക്കറിയാലോ. 50 പ്ലസ് 200 250 പ്ലസ് 50 300 306 പ്ലസ് 100 406 പ്ലസ് 60 466 പ്ലസ് 200 460 പ്ലസ് 666. അപ്പം 50 പ്ലസ് 200 പ്ലസ് 6 പ്ലസ് 50 പ്ലസ് 100 പ്ലസ് 60 പ്ലസ് 200 എന്ന് പറഞ്ഞാൽ 660. അപ്പം നീറോൺ കൈസർ എന്ന് പറയുന്ന ആ നിലവിൽ വരുന്ന മൃഗത്തിന്റെ സംഖ്യ 666. അപ്പം അന്ന് ആ 5 പേർ വീണുപോയി, ഒരുത്തൻ ഇപ്പോഴുണ്ട്, വേറൊരുത്തൻ വരും എന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴുള്ളവനാണ് നീറോ കൈസർ. നീറോ കൈസർ ഭരിക്കുന്ന സമയത്താണ് വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. ഇതൊക്കെ വലിയ പരമമായ സത്യമാണ്. ഈ സത്യങ്ങളെല്ലാം എടുത്ത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അത് ഡൊമിനീഷ്യന്റെ കാലത്താണ് എഴുതിയത്, അത് 95-ലാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വളച്ചൊടിച്ചുണ്ടാക്കുക പ്രിയപ്പെട്ടവർ. 666 എന്ന സംഖ്യ ഒരു മനുഷ്യന്റെ സംഖ്യയാണെന്ന് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ കൃത്യമായിട്ട് പറയുമ്പോൾ ആ മനുഷ്യൻ നീറോൺ കൈസറാണ്. അപ്പൊ നീറോൺ കൈസറിന് കൃത്യമായ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 666 എന്ന സംഖ്യാമൂല്യമുള്ള നാമം ഈ ചക്രവർത്തിയുടെ നാമമാണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പം ഈ 666 എന്ന സംഖ്യ റോമിലെ ഏറ്റവും ക്രൂരനായ, അദ്ദേഹത്തെയാണ് ഏറ്റവും ബീസ്റ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാവരും ബീസ്റ്റാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ക്രൂരനായ മൃഗം നീറോയാണ്. നീറോയുടെ അത്രയും വലിയ പീഡനം, ക്രൂരമായ പീഡനം പിൽക്കാലത്ത് സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അത്ര പീഡനമായിരുന്നു നീറോ കൈസറിന്റെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചാൽ ഇത് സഭയിൽ കൃത്യമായ നിലയിൽ നേരത്തെ അറിഞ്ഞിരുന്ന കാര്യമാണ്. ഈ ഞങ്ങളിപ്പോൾ പ്രീട്രിസ്റ്റ് എന്ന് പറയും, ഫുൾ പ്രീട്രിസം. ഞാൻ ഈ പ്രീട്രിസം എന്നുള്ള ആ പദത്തിന്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ പൂർത്തീകരിക്കപ്പെട്ട ഉടമ്പടിയുടെ അന്ത്യകാല എസ്കറ്റോളജി എന്ന് വിശ്വസിക്കുക. ഐ ബിലീവ് ദാറ്റ് ഫുൾഫിൽഡ് എസ്കറ്റോളജിക്കൽ ബിലീഫ്. അതാണ് എൻ്റെ. അതിനെ പ്രീട്രിസം എന്ന ഒരു ഇസത്തിന്റെ പുറകിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഫുൾഫിൽഡ് എസ്കറ്റോളജി അല്ലാതെ വിശ്വസിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ പോലും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതിനൊക്കെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ചില പുരാതന കൈയെഴുത്തുകളുണ്ട്. അതിനകത്ത് ഈ 666 എന്ന സംഖ്യ വരെ 616 എന്ന സംഖ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 616. ഈ വകഭേദം വരാൻ കാരണം നീറോയുടെ വ്യാഖ്യാനത്തെ ശക്തമായിട്ട് ഈ ഒരു വ്യാഖ്യാനം ചിലതിന് എന്തുകൊണ്ട് 616 വന്നു എന്നുണ്ട്. അത് നീറോയാണ് ഈ മൃഗമെന്നത് കാണിക്കുന്നതിന് ഭയങ്കരമായിട്ട് ഉറപ്പിക്കുന്ന, ഊന്നൽ നൽകുന്ന പിന്തുണയ്ക്കുന്ന ഒരു സത്യമാണ്. കാരണം എബ്രായ ഭാഷയിൽ ന്യൂൻ ഇല്ലാത്ത ലാറ്റിൻ പദമായ നീറോൺ എന്ന് പറയാൻ നീറോ കൈസർ എന്ന് പറയുന്ന, നീറോ സീസർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ. ഇപ്പൊ ലാറ്റിൻ പദത്തില് അവിടെ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പദം അവിടെ അവസാനിക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നുണ്ട്, ഈ 50 സംഖ്യ അല്ലെങ്കിൽ 50 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്ത് ചെയ്യുക, ഇല്ലാതാകുക. അപ്പൊ 50 പറയുമ്പോൾ പിന്നെ എത്ര? 616. ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ നിങ്ങൾ നോക്കും. ന്യൂന്റെ സംഖ്യ എത്രയാണ്? 50. ന്യൂൻ എന്ന് പറയാൻ 50 ആണ്. അപ്പം ലാറ്റിൽ എഴുതുമ്പോൾ ആ ന്യൂൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ലാറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ ന്യൂൻ ഇല്ലാതെ വരുമ്പോൾ 50 കുറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കൈയെഴുത്ത് എഴുതി 666 പകരം 616. അപ്പം ഇത് കൃത്യമായിട്ട് നീറോ ആയത് ഏറ്റവും വലിയൊരു തെളിവാണ്. ഇതിൽ കൂടി ഞാൻ എന്നാ പറഞ്ഞുതരാൻ ഒന്നുകൂടെ പറയാം. നീറോൺ കൈസർ എന്ന് പറയുന്ന ഹീബ്രു ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ 666. എന്നാൽ വിവർത്തനം ചെയ്യപ്പെട്ട ഒരുപാട് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രതികൾക്കകത്ത് 616 എന്ന് പറയുന്ന സംഖ്യ കൊടുത്തിരിക്കും. എന്തുകൊണ്ട് കൊടുത്തു ചോദിച്ചാൽ അത് ലാറ്റിൻ വേർഷനിലേക്ക് വരുമ്പോൾ നീറോൺ എന്ന് പറയുന്നത് നീറോ എന്ന് മാത്രമായി എന്ന് പറയുന്ന ന്യൂൻ അവോയ്ഡ് ചെയ്തു. ന്യൂൻ എന്ന് പറയുന്നതിന്റെ ന്യൂമറിക്കൽ വില 50 ആണ്. 50 616 നിന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ 666 നിന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ 616 ഉള്ളൂ. ഇത് കൃത്യമായ ഈ വ്യാഖ്യാനത്തെ പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളും. ഈ രണ്ട് പഠനങ്ങളും, അതായത് ഹീബ്രുവിൽ പറഞ്ഞാലും ലാറ്റിൽ പറഞ്ഞാലും, ഇത് കൃത്യമായി നീറോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് ഒരു തർക്കവുമില്ല. ഇത് സഭയിലെ പൂർവ്വകാലങ്ങളിൽ തന്നെ നമ്മുടെ സഭാപിതാക്കന്മാരിൽ അല്ലെങ്കിൽ സഭാ വേദ പണ്ഡിതന്മാരൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. ഇത് ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായി സന്ദർഭത്തിന് നീറോ കൃത്യമായ നിലയിൽ യോജിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
ക്രിസ്ത്യാനികൾക്കെതിരായി വലിയ തോതിലുള്ള പീഡനം അഴിച്ചുവിട്ട ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് അദ്ദേഹം. റോമിലെ വലിയ തീപിടുത്തത്തിന് നീറോ ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തുകയും അവരെ ഭയാനകമായ ശിക്ഷാവിധികൾക്ക് വിധേയരാക്കുകയും ചെയ്തതായി ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ രാജ്യത്തിനെതിരെ നീറോ പൈശാചിക എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. ഈ ഫുൾഫിൽഡ് എസ്കറ്റോളജിയിൽ മൃഗം വെറും ഒരു വ്യക്തിയല്ല, മറിച്ച് നീറോയിലും റോമിലും കേന്ദ്രീകരിച്ച ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ സിംഗിൾ പേഴ്സൺ, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ പൊളിറ്റിക്കൽ സിസ്റ്റം. റോം പീഡിപ്പിക്കുന്ന മൃഗശക്തിയായി പ്രവർത്തിച്ചു. അതേസമയം വിശ്വാസത്യാഗിയായ ഇസ്രായേൽ ക്രിസ്തുവിനും സഭയ്ക്കെതിരെ ആ വ്യവസ്ഥയുമായി സഹകരിച്ചു. അതാണ് രണ്ട് മൃഗങ്ങൾ. ട്രാഗൺ അധികാരം കൊടുത്തു എന്നാണ്. ട്രാഗണാണ് സഭയെ അടിച്ചോളാനുള്ള അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ അതുകൊണ്ട് വെളിപ്പാട് ദിവസം 13 രണ്ട് മൃഗങ്ങളെ കാണും. അപ്പൊ ദാനിയലിന്റെ മൃഗ സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം നൂറ്റാണ്ടിലെ പീഡനവുമായി സംയോജിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇത് വിശദീകരിക്കുന്നുണ്ട്. സോ ഈ ദാനിയേൽ പറയുന്ന കുറച്ച് മൃഗങ്ങളുടെ അപ്പൊ അവിടെയുള്ള മൊത്തം സാമ്രാജ്യ മൃഗങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. ഇത് വെളിപ്പാട് പുസ്തകവുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്, പീഡനവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ഈ 666 എന്നുള്ള സംഖ്യ വന്നു? പൂർണ്ണ 7 എന്ന സംഖ്യ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന പ്രമേയമാണ്, ഇല്ലേ? 7 നിലവിളക്കുകള്, 7 കണ്ണുകള്, 7 ആത്മാക്കള്, 7 കാഹളം, 7 കലശം, 7 മുദ്ര, ഇങ്ങനെ 7 കൊണ്ട് ഇങ്ങനെ സമ്പുഷ്ടമാണ് ഈ വെളിപ്പാട് പുസ്തകം. ദാറ്റ് ഈസ് കംപ്ലീറ്റ്നെസ്സിനെയൊക്കെ, പൂർണ്ണതയെ കാണിക്കുന്നു. പൂർത്തീകരണം, ഉടമ്പടിയുടെ പൂർണ്ണത, ദിവ്യമായ വിശ്രമം, അതായത് എറ്റേണൽ റെസ്റ്റ് എന്നിവയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 7. ദൈവം 7 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി. നിലവിളക്കുകൾക്ക് 7 കവരങ്ങൾ, ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായ നിലയിൽ നമുക്ക് 7കളെ കുറിച്ച് ധാരാളം കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം 6 എന്ന് പറഞ്ഞ 7 കുറവാണ്. ഫാൾ ഫ്രം 7, താഴെ വീണു. അത് അപൂർണതയെയും ഇൻകംപ്ലീറ്റ്നെസ്സിനെ കാണിക്കും. ദൈവത്തിനെതിരായ മത്സരത്തിൽ മനുഷ്യന്റെ പ്രതി. അപ്പൊ ദൈവം, നമ്മൾ പറഞ്ഞില്ലേ, മഹത്വത്തിൽ നിന്ന് വീണത്, ഷോർട്ട് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ പോലെ ഷോർട്ട് ഓഫ് 7 നിന്ന് താഴെ പോയി. ഇത് വീണുപോയ മനുഷ്യന്റെ പ്രതീകമാണ് 6. 6-ാം ദിവസത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. 6 എന്ന് പറഞ്ഞ മനുഷ്യസംഖ്യ. ഈ ഗോലിയാത്തിന്റെ അളവുകൾ നമ്മൾ ഗോലിയാത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ നമ്പറുകൾ, അതെ, ആ ഗോലിയാത്തിന്റെ അവിടെ കൊടുത്തിരിക്കുന്ന പല അദ്ദേഹം ഉപയോഗിക്കുന്ന യുദ്ധോപകരണത്തിന്റെ നീളം എല്ലാത്തിന്റെയും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 6മായി ഒത്തിരി ബന്ധമുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞാൽ യു ക്യാൻ ചെക്ക് ഇറ്റ്. അതുപോലെ ദാനിയേൽ നെബൂഖദ്നേസറിന്റെ പ്രതിച്ഛായക്ക് ഈ 6 നമ്പറുകളുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അതായത് ബിംബം ഉണ്ടല്ലോ, നെബൂഖദ്നേസറിന്റെ ബിംബം ഉണ്ടായി, അത് ഈ 6മായി ബന്ധപ്പെട്ടു. ഗോലിയാത്തിന്റെ യുദ്ധോപകരണങ്ങളും എല്ലാം ചേർന്ന് 6മായി ബന്ധപ്പെട്ടു. അപ്പം ഈ 6 എന്ന് പറയുന്നത് താണുപോയ, വീണുപോയ, അധംപതിച്ചു പോയ മനുഷ്യവർഗത്തിന്റെ ഒരു നമ്പറായിട്ട് കാണാം. അങ്ങനെ 666 എന്നത് ദൈവിക അധികാരത്തിനെതിരെ ഉയർത്തപ്പെട്ട ആത്യന്തിക മാനുഷിക അഹങ്കാരത്തെ പ്രതിനിധീകരിക്കും. ദൈവത്തെ കൂടാതെ വ്യാജ പരമാധികാരം സ്ഥാപിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു എന്നതിന്റെ ചിത്രമാണ് ഈ 6 അല്ലെങ്കിൽ 666. ദൈവത്തിനും ദൈവസഭയ്ക്കും വിരുദ്ധമായി വീണുപോയ മനുഷ്യകുലത്തിൽ നിന്ന് ഒരു എതിർപ്പ് വരുമ്പോൾ ആ സംഖ്യയെ കൃത്യമായ നിലയിൽ 666 എന്നത് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നമുക്കിവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ 3 പ്രാവശ്യം 666 എന്നത് ആവർത്തിക്കുന്നത്? അത് തീവ്രമായ പ്രതീകത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവായ ദൈവത്തെ ദൂതന്മാർ ആരാധിക്കുമ്പോൾ യെശയ്യാവിന്റെ പറയുന്ന 6-ാം അധ്യായത്തിൽ കാണുന്നത് കെറൂബുകൾ മുഖം മൂടി, കാൽ മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് പറയുകയാണ്, 2 ചിറകുകൊണ്ട് പറന്ന് പറയുന്നു, യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ അവര് അതിന്റെ ദൈവികമായ തീവ്രമായ പരിശുദ്ധിയുടെ അപൂർണതയെ ഊന്നി പറയുകയും, അതുപോലെ തന്നെ മാനുഷികമായ തോൽവിയുടെയും വീഴ്ചയുടെയും അധംപതനത്തിന്റെയും കലാപത്തെയും ഊന്നി പറയാനാണ് 666 എന്നത് ആവർത്തിച്ച് ദൈവത്തിനെതിരായ മാനുഷ്യത്വത്തെ കാണിക്കുന്നു എന്ന് കാണുന്നു. റോമും വിശ്വാസത്യാഗിയ ഇസ്രായേലും തമ്മിലുള്ള പങ്കാളിത്തത്തെ പൂർത്തീകരിച്ച സത്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. പ്രവാചകന്മാരെ കൊന്നതിനും മശിഹായെ തള്ളിപ്പറഞ്ഞതിനും യെരൂശലേം വിധിക്കപ്പെടുമെന്നും യേശു ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇത് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, 2 മൃഗങ്ങളും നമ്മളിപ്പോൾ യോജിച്ചുള്ള പ്രവർത്തനം. കൂടുതൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ യെരൂശലേമുമായി ബന്ധപ്പെട്ട് ആ മൃഗവ്യവസ്ഥയെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു.
മാത്രമല്ല ഇസ്രായേൽ യഥാർത്ഥ മശിയെ നിരസിക്കുകയും കൈസറുമായി സഖ്യത്തിൽ ചേരുകയും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, അത് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല. അപ്പം കൈസറിനെ രാജാവായിട്ട് അവർ അംഗീകരിക്കുകയും യേശുവിനെ തിരസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ വീണുപോയ മനുഷ്യന്റെ നമ്പർ. അപ്പം വീണുപോയ മനുഷ്യർ, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ തോറ്റുപോയ ഇസ്രായേൽ, ആ ഇസ്രായേല് തോറ്റുപോയ മൃഗസാമ്രാജ്യവുമായിട്ട് ഞങ്ങൾക്ക് രാജാവ് ക്രിസ്തുവല്ല, ഞങ്ങളുടെ രാജാവ് കൈസറാണെന്ന് പറയുമ്പോൾ തന്നെ അവരുമായിട്ട് യോജിച്ചൊരു അനുഭവത്തിലേക്ക്, അതിന്റെ കീഴിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മുദ്ര എന്ന് പറയുന്നത് വീണുപോയ, അധംപതിച്ചു പോയ സാമ്രാജ്യവും മനുഷ്യത്വത്തിന്റെയും പൂർണ്ണതയല്ല, അപൂർണതയെ കാണിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ആരുമായി മാറി? ഇസ്രായേൽ മാറി, മതപൗരോഹിത്യവർഗം മാറി എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റും. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്റെ മക്കൾക്ക് മുദ്രയിടും, മൃഗം തന്റെ ജനത്തിന് മാർക്കിടും. മാർക്കും മുദ്രയും തമ്മിൽ വ്യത്യാസമുണ്ട്. മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, സീൽ ഓഫ് ഗോഡ്. ദൈവം തന്റെ മക്കൾക്ക് മുദ്രയിടും. എസെക്കിയേൽ 9 കാണുന്നുണ്ട്, നാശത്തില് പട്ടണത്തിലേക്ക് പോയിട്ട് വിശുദ്ധന്മാർ, നീതിമാന്മാരുടെ നെറ്റിയിൽ മുദ്രയിടാൻ പറയുന്നു. അപ്പൊ ആ മുദ്ര എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ നിത്യം, അത് മുദ്ര മായ്ക്കാൻ പറ്റത്തില്ല, മാർക്ക് മായ്ക്കാൻ പറ്റും. അപ്പൊ മാർക്ക് എന്ന് പറയുന്നത് അത് അവന്റെ നാശത്തിലേക്കുള്ളത്, മാർക്കിടുക. മുദ്ര എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ ചിത്രമാണ് എന്നും കൂടെ നിങ്ങൾ. സോ പഴയ നിയമത്തിന്റെ ഉടമ്പടിയിലെ അനുസരണത്തെയും ദൈവജനത്തിന്റെ കയ്യിലും നെറ്റിയിലും പ്രതീകമായി അടയാളപ്പെടുത്തുന്നത് നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലും ഞാൻ മുമ്പ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കാണുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സോ ദൈവവുമായിട്ടുള്ള ആ ഐക്യതയെയും ദൈവവുമായിട്ടുള്ള കൂറിനെയും ഉടമ്പടിയോടുള്ള വിശ്വസ്തതയും ഒക്കെ കാണിക്കാനായിട്ട് ദൈവത്തിന്റെ വചനം നിന്റെ നെറ്റിയിലും നിന്റെ വലം കൈയിലും പതിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ 666 എന്ന മുദ്ര നെറ്റിമേലോ വലം കൈയിലോ എന്ന് പറഞ്ഞാൽ മൃഗത്തോട് കൂറ് കാണിക്കുക, മൃഗത്തോട് വിശ്വസ്തത പുലർത്തുക, മൃഗത്തെ ആരാധിക്കുക. ഈ നിലയിൽ ഇത് കണക്റ്റഡ് വിത്ത് വർഷിപ്പ്. അപ്പം അങ്ങനെ ആരാധിക്കാത്തവർക്ക് എന്ത് ചെയ്യുക? വാങ്ങാനും വിൽക്കാനും കഴിയത്തില്ല. ഇപ്പം ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഏതോ മുദ്രയൊന്നും, ഈസ് ടോക്കിംഗ് അബൌട്ട് റിലീജിയസ് തിങ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സിസ്റ്റം. ആരാധിക്കണം, ഇന്ന ആളെ ആരാധിച്ചാൽ നിനക്ക് അരി വാങ്ങിക്കാൻ തരാം. ഇത് ഓൾഡ് ഗവൺമെന്റ് ജനത നേരിട്ട്, അല്ലെങ്കിൽ ആ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവൻ നേരിട്ട ഏറ്റവും വലിയ പീഡനങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് പേർക്ക് കഷ്ടം അനുഭവിക്കേണ്ടി വന്നു. മൃഗത്തെ നമസ്കരിക്കാൻ അവർ പോയില്ല, മുദ്രയേറ്റില്ല. ആ മുദ്രയേൽക്കാത്തവരെ കൊന്നുകളഞ്ഞു. എത്രയോ വിശുദ്ധന്മാർ ആ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി എന്ന് നമ്മൾ. അപ്പം മൃഗത്തിന് മുദ്ര അടയാളമുള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ മുദ്രയുള്ള, ആ ദൈവത്താൽ മുദ്രയിടപ്പെട്ട 1,44,000 പേരെ നമുക്കത് കാണാനായിട്ട് പറ്റും. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം, 666 എന്ന് പറയുന്നത് നീറോൺ കൈസറാണ്, അത് മറ്റാരുമല്ല. അതുകൊണ്ട് ഇനിയും വരാൻ പോകുന്ന ഏതോ 666 WWW ആണ്, മൈക്രോ ചിപ്പാണ്, ബയോമെട്രിക് ഐഡന്റിറ്റിയാണ്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളെ വശീകരിക്കാനും വഞ്ചിപ്പാൻ അനുവദിക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാം, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗ്രഹിക്കട്ടെ, അത് 666 അത് നീറോൺ കൈസറാണ്. ബുദ്ധിയില്ലാത്തവൻ ഈ കണ്ണി കണ്ട ഇതിന്റെ എല്ലാം പുറകെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ധൈര്യമായിട്ടിരിക്കുക, ഒരു മുദ്രയും നിന്റെ മേൽ വരത്തില്ല, നീ ഓൾറെഡി ദൈവത്താൽ മുദ്രയിടപ്പെട്ടവനാണ്. പിന്നെ ഇവരിത് പ്രസംഗിക്കുന്ന നാട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി, മുദ്രയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല, വിറ്റാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഓടി ഞങ്ങളുടെ പള്ളി വാ. ഇത് സുവിശേഷത്തെ പ്രചരിപ്പിക്കല്ല, അത് ഭീഷണിപ്പെടുത്തി ആരെങ്കിലും ഇതിനകത്ത് വന്ന് കയറാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ എന്തിനാ ഇപ്പം ദൈവമക്കൾ പറന്നു പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ 666 കാര്യം എന്തിനാ പറയുന്നു? നീയൊക്കെ അങ്ങ് പറന്നു പോകാൻ വേണ്ടി ഇരിക്കില്ല, അങ്ങ് പോവും. ബാക്കിയുള്ളവർ 666 ഇടുകയോ 777 മുദ്ര എന്തെങ്കിലും ചെയ്യട്ടെ പ്ലീസ്, നിങ്ങൾ അങ്ങ് പറന്നു പോയട്ടെ പ്ലീസ്, പോ. ഇത് ജനത്തെ ഭീഷണിപ്പെടുത്തി, ഈ ജാതികളെ ഭീഷണി. ഇത് സുവിശേഷമല്ലെന്നേ, ഇത് ഭീഷണിയാന്നേ. കട്ടപ്പാര കൊണ്ടുവന്നിട്ട് കുത്തികളയോടാ, മര്യാദയ്ക്ക് കർത്താവിന്റെ അടുക്കവാ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. വാളെടുത്തിട്ട് കഴുത്തെ വെച്ചിട്ട് പറയാം, വിശ്വസിച്ചാൽ വിടുതൽ കാണും, അല്ലേ കൊല്ലും. ഇതുപോലെ ഉള്ളൂ. ഇത് ജനത്തെ ഭയപ്പെടുത്താൻ വേണ്ടി, വിശ്വാസികളെ ഭയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആളുകൾ ഉദരപൂരണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തട്ടിപ്പ് മാത്രമെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിനാൽ മുദ്ര പ്രാപിച്ച ദൈവമക്കൾ എന്ന ബോധ്യം, ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിലുള്ള നിനക്ക് ഡോണ്ട് വറി അബൌട്ട് ഇത്, ഓൾറെഡി ഹാപ്പൻഡ് ആണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ വിശദീകരിക്കാം. നീറോ നമുക്കറിയാം AD 68 മരിച്ചു, AD 70 യെരൂശലേം വീണു. യേശു പ്രവചിച്ചതുപോലെ ദേവല നശിക്കപ്പെട്ട തലമുറയിൽ ക്രിസ്തുവിനെ എതിർത്ത് പീഡിപ്പിക്കുന്ന ശക്തികളെ ന്യായവിധിയിലേക്ക് കൊണ്ടുവന്നു. യേശു പറഞ്ഞ തലമുറ കൃത്യമായ നിലയിൽ ആ ജഡ്ജ്മെന്റ് പ്രാപിക്കുകയും ചെയ്തു എന്നത് നിങ്ങൾ മറന്ന് പോകരുത്. അർത്ഥം ഞാൻ ഒന്നുകൂടെ അവസാനിപ്പിക്കുന്നു. വേദപുസ്തകത്തിന്റെ പഠനം അനുസരിച്ച് 666 ദൈവത്തോടുള്ള മത്സരത്തെയും ഉടമ്പടിയുള്ള എതിർപ്പിനെയും
സംഘടിപ്പിക്കപ്പെട്ട വീണുപോയ മനുഷ്യരാശിയും പ്രതികരിക്കും. അതായത് ദിവ്യരാജ്യത്തെ എതിർക്കുന്ന മനുഷ്യ ഗവൺമെന്റ്, സത്യാരാധന എതിർക്കുന്ന വ്യാജാരാധന, സത്യ ദേവാലയത്തെ എതിർക്കുന്ന വിശ്വാസത്യാഗിയായ യെറുശലേം എന്ന മതം, ഇസ്രായേൽ എന്ന യഹൂദമതം, ക്രിസ്തുവിന്റെ രാജ്യത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പീഡനം, ദൈവിക പൂർണ്ണതയിൽ നിന്ന് വീഴുന്ന മനുഷ്യ കേന്ദ്രീകൃത ശക്തി. ഇതാണ് 666 എന്ന മുദ്ര കൊണ്ട് മനസ്സിൽ ആക്കേണ്ടത്. May the Lord richly bless you. സമാധാനത്തിരിക്കുക, ഒന്നുമില്ല, ഇതെല്ലാം തന്ത്രങ്ങൾ മാത്രമാണ്. മതത്തിന്റെ തന്ത്രം അന്നും തന്ത്രമായിരുന്നു, ഇന്നും ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ ഞങ്ങൾ സത്യം പ്രസ്താവിക്കുന്നു. നിങ്ങൾക്ക് വേണേൽ പറയാം, ദൂരെ പൊട്ടത്തരം ഓടുവാനെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, മടക്കി പോക്കറ്റ് വെച്ചേര്, ഇനി ആ തന്ത്രം ഇവിടെ ഏക്കൂല. ഇത് പറയാൻ ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇത് വിശ്വസിച്ച് ഇത് കൊണ്ടുപോകാൻ വലിയൊരു തലമുറ മുമ്പിൽ വരുന്നുണ്ട്. നിരീശ്വരപരമായി പോകുന്ന തലമുറയല്ല, സത്യദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന, തിരുവെഴുത്തിൽ യഥാർത്ഥമായി അംഗീകരിക്കുന്ന ഒരു തലമുറ വരുന്നു. ഓർത്ത സ്തോത്രങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.